വിപത്തുകളിൽ നിന്നും കാവൽ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ കാണാം. പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ മനോഹരമായ ആ ദുആ വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ ഈ ദുആ പറഞ്ഞിട്ടത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതുപോലെ ചൊല്ലിയാൽ കിട്ടുന്ന കാവലുകളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നതായി കാണാം. ഏതാണ് ആ ദുആ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കേൾക്കാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ. ആരെങ്കിലും ഒരാൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു ഇസ്മ കുറഞ്ഞത് 100 തവണ, ഏറ്റവും കുറഞ്ഞത് ഒരു 100 തവണ ചൊല്ലുകയാണെങ്കിൽ അയാളിലേക്ക് കണക്കാക്കപ്പെട്ട ഏതു വലിയ വിപത്തുകളാണെങ്കിലും ശരി, എത്ര വലിയ അപകടങ്ങളാണെങ്കിലും ഉപദ്രവങ്ങളാണെങ്കിലും ശരി, അതൊക്കെ തട്ടിമാറാൻ ആ ഒരു ഇസ്മ കൊണ്ട് സാധ്യമാകുന്നതാണ്. ഏതാണ് ആ പവർഫുള്ളായ ഇസ്മ എന്ന് നമുക്കൊന്ന് കേട്ടാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാവല് കിട്ടാനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കപ്പെട്ടിട്ടുള്ള ബലാ മുസീബാത്തുകൾ, ഇടങ്ങേറുകൾ, ഫിത്നകൾ, ഫസാദുകൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളിൽ നിന്നും കാവല് കിട്ടാൻ ചില മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഒക്കെ, വാഹനങ്ങളിൽ കയറുമ്പോൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നിത്യേന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറുതായി സൂചിപ്പിച്ചു തരാം. അള്ളാഹു സകല വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല വിപത്തുകളിൽ നിന്ന് കാവൽ നൽകി സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, പല ആളുകളും വിളിച്ചിട്ട് സങ്കടങ്ങൾ പറയുന്നവരുണ്ട്, വിഷമങ്ങൾ അറിയിക്കുന്നവരുണ്ട്, സന്തോഷങ്ങൾ പങ്കിടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പല ആളുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിളിക്കാറുണ്ട്, പല വിഷയങ്ങളും വിഷമങ്ങളും പറയാറുണ്ട്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യം ഇൻഷാ അല്ലാഹ്. അല്ലാത്ത ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സൗകര്യം പോലെ സംസാരിക്കാവുന്നതാണ്. അള്ളാഹു നമ്മൾ ചെയ്തു കൊടുത്ത മുഴുവൻ അഅ്മാലുകൾക്കും പെട്ടെന്ന് ഫലം നൽകുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില ഇടങ്ങേറുകൾ ചിലപ്പോൾ കണക്കാക്കിയിട്ടുണ്ടാവും. മുസീബാത്തുകൾ, ഫിത്നകൾ, ഫസാദുകളൊക്കെ ചിലപ്പോൾ അള്ളാഹു അതിൻ്റെ ഖദറുകൾ അല്ലാഹുവിൽ ചിലപ്പോൾ നമുക്ക് കണക്കാക്കിയതുണ്ടാവും. എന്നാൽ ഇതിൽ നിന്ന് തട്ടിമാറാൻ, ഇതൊക്കെ രക്ഷപ്പെട്ട് കിട്ടാനുള്ള ചില വഴികളും ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത് ചെയ്താൽ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴി അത് ഇന്നതാണ് എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്ർ കാണാൻ കഴിയും. ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം ഈ ഒരു കുഞ്ഞൻ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് കണക്കാക്കിയിട്ടുള്ള സകല വിപത്തുകളിൽ നിന്നും, എല്ലാ വിപത്തുകളും, അത് ഇന്നത് എന്നൊന്നുമില്ല, ഏതൊക്കെ തരം വിപത്തുകളുണ്ടോ, ഇടങ്ങേറുകളുണ്ടോ, മുസീബാത്തുകളുണ്ടോ, അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ ഈ ഒരു കുഞ്ഞൻ ദിക്ർ എന്ത് ചെയ്താൽ മതി? രാവിലെ 3 തവണ, വൈകുന്നേരം 3 തവണ ചൊല്ലിയാൽ മതി. നമുക്കൊക്കെ അറിയുന്ന, കേട്ട് പരിചയമുള്ള ഒരു ദിക്റാണ്. ഏതാണെന്നറിയോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ രാവിലെ 3 തവണ, വൈകുന്നേരം 3 തവണ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു മുസീബാത്തുകളും ഇടങ്ങേറുകളും വന്നു ചേരുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ നമ്മൾ കേട്ടുപരിചയമുള്ള ദിക്റാണ്. ഈ ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലുന്ന ആളുകൾക്ക് അത് സ്ഥിരം അറിയുന്ന, അവർ സ്ഥിരമായി ചൊല്ലുന്ന ഒരു ദിക്റാണ് അല്ലേ. രാവിലെ സുബഹി കഴിഞ്ഞൊരു 3 തവണ ചൊല്ലുക, മഗ്രിബ് കഴിഞ്ഞൊരു 3 തവണ ചൊല്ലുക. അപ്പോൾ രാവിലെ ചൊല്ലുന്ന ദിക്ർ കാരണം പകൽ സമയത്തൊരു ഇടങ്ങേറിലും പെട്ടുപോകില്ല. വൈകുന്നേരം ചൊല്ലുന്ന ദിക്ർ കാരണം രാത്രി സമയത്തും ഒരു ഇടങ്ങേറുകളിലും പെട്ടുപോവുകയില്ല. അത് നമ്മുടെ വീട്ടിലും അതുപോലെ കുടുംബത്തിലും ഒക്കെ എന്ത് ചെയ്യുക, അതും ശീലിപ്പിക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്ർ, ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ ഈ ഇസ്മം ദിവസത്തിൽ ഒരു 100 തവണ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് മുടങ്ങാതെ, രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ, എപ്പോഴാണ് സമയം കിട്ടുന്നത്, ഒരു 100 തവണ ഈ ഒരു ദിക്ർ എന്ത് ചെയ്യാം, ഒന്ന് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാവൽ ലഭിക്കും. അള്ളാഹു മലായിക്കത്തിനെ കൊണ്ട്, വലിയ കൂട്ടം മലക്കുകളെ കൊണ്ട് എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കാവൽ കൊടുക്കുന്നതാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം. ഏതാണ് ആ ഇസ്മ? യാ ദൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനൊക്കെ അവസാനിക്കുന്നുണ്ടല്ലോ ദുൽ ജലാലി വൽ ഇക്റാം എന്ന ആ ഒരു ഇസ്മ. പവർഫുൾ ആ ഇസ്മാണ്. നോക്ക് നിങ്ങൾ, അത്രയും വലിയ മഹത്വങ്ങൾ, അള്ളാഹുവിൻ്റെ അജായിബുകളെ പറ്റി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം കൊണ്ട് തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാലി വൽ ഇക്റാമായ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിച്ചത്. ഈ ഒരു പവർഫുൾ ആയ ഇസ്മ ദുൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ ചൊല്ലുമ്പോൾ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. 100 തവണ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ സമയം കിട്ടുന്നത്, ദിവസം 100 തവണ ഇൻഷാ അല്ലാഹ്. ഏറ്റവും കുറഞ്ഞതാണ്, കൂടിയത് നിങ്ങൾ എത്ര വേണമെങ്കിലും ചൊല്ലിക്കൊള്ളി. ഏറ്റവും കുറഞ്ഞത് 100 തവണയെങ്കിലും ചൊല്ലുക ഇൻഷാ അല്ലാഹ്. പതിവാക്കുകയാണെങ്കിൽ വലിയ കൂട്ടം മലക്കുകളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാവൽ നൽകുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ ലഭിക്കുകയും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അള്ളാഹിൻ്റെ കാവൽ കിട്ടിയുള്ള ഗുണം എന്താണെന്നറിയോ?
വിഖായത്തുല്ലാഹി അഗ്നത അൻ മുദാഅഫതൻ മിനദ് ദുറൂഇ വഅൻ അലിം മിനൽ ലുതുമി. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പാടിയതുപോലെ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്താൽ, റബ്ബ് സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരാളുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ എത്ര വലിയ സെക്യൂരിറ്റി വലയത്തിനുള്ളിലാണ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാലും ശരി, എന്തില്ല, അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നോക്കുക, ഇമാം ബുസൂരി തങ്ങൾ തന്നെ പാടുന്നുണ്ട് വലിയൊരു കവിത, അതായത് ഖസീദത്തുൽ ബുർദയുടെ ചില വരികൾ. നമുക്ക് അതായത് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഗാറ് സൗറിൽ ഒളിച്ച സമയത്ത്, അവിടുന്ന് ശത്രുക്കൾ പിന്നിൽ പിടിക്കാൻ വന്ന സമയത്ത് ഗാറ് സൗറിൽ ഒളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഇരിക്കുന്ന ഗുഹയുടെ തൊട്ടടുത്ത് വരെ ആരെത്തി? ശത്രുക്കളെത്തി. അതായത് അവർ കാലിൻ്റെ ഭാഗത്തേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ആരെ കാണും? നബി തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും കാണും. സിദ്ദീഖ് തങ്ങൾ വല്ലാതെ ബേജാറായിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്ത് നബിയെ, അവരെങ്ങാനും ഒന്ന് കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപോകൂലേ എന്ന്. ഹബീബായ നബി തങ്ങളുടെ വചനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്ത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, മോനെ നീ പേടിക്കണം, അല്ലാഹു കൂടെ ഉണ്ട് എന്ന്. ആ വാചകത്തെ മഹാനായ ഇമാം ബുസൂരി തങ്ങൾ ഒരു പദ്യരൂപത്തിൽ ഫസിദ്ഖൂ ഫിൽ ഗാരി വസിദ്ദീഖൂ ലം യരിമാ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ ആരിമി. സിദ്ദീഖ് തങ്ങളും ഹബീബായ നബി തങ്ങളും സിദ്ദീഖും സത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗാറ് സൗറിൽ ഇരുന്ന സമയത്ത് അവർ സംസാരിച്ച സംഭാഷണത്തെ മഹാനവൾ വിശദീകരിക്കുകയാണ്. വിഖായത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം, അഗ്നത അൻ മുദാഅഫത്തിൻ മിനദ് ദുറൂഇ വഅൻ ആലിം മിനൽ ലുതുമി, വലിയ വലിയ കൊത്തളങ്ങളെക്കാൾ, വലിയ വലിയ പടയങ്കികളെക്കാളൊക്കെ ഏറ്റവും മികച്ചതാണ്. ആരൊക്കെ ഇനി എത്ര കുന്തവും ശൂലവും കൊണ്ട് വന്നാലും ശരി, അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? റബ്ബിനെ പിടിച്ചോ, യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഒരു ദിക്ർ നിരന്തരം പതിവാക്കണം ഇൻഷാ അല്ലാഹ്. ഇനി റബ്ബ് നമുക്ക് കണക്കാക്കിയ മുസീബാത്തുകളെയൊക്കെ തട്ടിമാറ്റാൻ ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? നമ്മൾ നിത്യേന ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ചില, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ നിന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലിയിട്ട് വേണം പുറത്തേക്ക് പോകേണ്ടത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ദിക്ർ, ആ ബിസ്മി ചൊല്ലിയിട്ട് വേണം അകത്തേക്ക് കിടക്കേണ്ടത്. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ എന്ന ദിക്ർ ചൊല്ലിയിട്ട് വേണം കിടക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ദിക്റുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിത്യേന ചൊല്ലേണ്ട ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങളിലേക്ക് ഒരു മുസീബത്തും കടന്നു വരില്ല. ഒരാൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടാണ് പോകുന്നത് എങ്കിൽ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾ എന്ത് ചെയ്യില്ല? അപകടത്തിൽ പെട്ടുപോകില്ല എന്നാണ്. ആക്സിഡന്റ് ആകുമ്പോൾ എത്രയോ അപകടങ്ങൾ, ഇപ്പോൾ ഇന്നലെയും കൂടെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് വലിയൊരു അപകടം നടന്നു. എത്രയോ അപകടങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? വാഹനത്തിൽ കയറുന്ന ആളുകൾ സുബ്ഹാനല്ലദി സഖറ ലനാ എന്ന ദിക്ർ ചൊല്ലിയ ശേഷം ഒരു തവണ ആയത്തുൽ കുർസി ഒന്ന് ഓതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വാഹനത്തിൽ പോയി ഒരു അപകടത്തിന് പെടുക. കാരണം 70,000 മലക്കുകൾ സപ്പോർട്ട് അയാൾക്ക് എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന നബി തങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ മുസീബത്തുകളും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.